ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാലിഗ്രാഫി എഴുതിയെടുത്താലോ. അപ്പോൾ കാലിഗ്രാഫി എഴുതാൻ ഒട്ടും അറിയാത്തവർക്കും കൂടെ ഇതിങ്ങനെ എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട്, ഒരു A4 സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാർബൺ പേപ്പറും, പിന്നെ ഇവിടെ ആയത്തെക്കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ആയത്തെക്കുറിച്ച് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഈ ബ്ലാക്ക് ചാർട്ട് പേപ്പറിൻ്റെ മേലെ കാർബൺ പേപ്പർ വെച്ചിട്ട് ഈ ആയത്തെക്കുറിച്ച് അതിൻ്റെ മേലെ വെച്ചിട്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്ഷമ എടുത്തിട്ട് തന്നെ നല്ല വൃത്തിക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഫുള്ള് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ ഗോൾഡൻ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫുള്ളൊന്ന് കളർ ചെയ്തെടുക്കാം. നല്ല ടൈം എടുത്തിട്ട് വേണം ഇത് കളർ ചെയ്തെടുക്കാൻ കേട്ടോ. ധൃതിയിലൊന്നും ആക്കരുത്, നല്ല ടൈം എടുത്തിട്ട് ഇത് നല്ല വൃത്തിക്ക് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ സൈഡിലത്തെ ചെറിയ പോർഷൻസൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഏതിനെ കൊണ്ടാണോ വെയിൽ കിട്ടുന്നത് ആ ഇതിനെ കൊണ്ട് കളർ ചെയ്തെടുക്കാം. പെൻസിലിനെ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ബ്രഷിനെ കൊണ്ടോ എന്തിനെ കൊണ്ടായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതിനെ കൊണ്ടാണ് വെയിലിട്ടത് ആ ഒരു രീതിയിൽ എഴുതിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് വല്ല പണിയൊന്നുമില്ല, കുറച്ച് ക്ഷമ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ ഫുള്ളായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാലിഗ്രാഫിക്ക് നമുക്ക് തന്നെ ഒരു ഫ്രെയിമും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു കാലിഗ്രാഫി എഴുതിയ ആ ഒരു ചാർട്ടിൻ്റെ സൈസിൽ തന്നെ ഈ കാർഡ്ബോർഡ് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒരു A4 സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഞാൻ ഒരു സ്കെയിൽ വലുപ്പത്തിൽ ഇതുപോലെ വീതി വെച്ചിട്ട് ഈ സെൻറ്റർ പാർട്ടും കൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഫ്രെയിമിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിൻ്റെ ആ ഒരു വീതിക്ക് ഞാൻ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മേലെ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ കാണുന്ന രീതിയിൽ ഒന്ന് പറിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ സൈഡ് ഇതുപോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് പറിച്ചെടുക്കാം. പിന്നെ ഇത് പറിച്ചെടുത്തിട്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ, അതായത് ഇതിൽ വെച്ച് നോക്കിയിട്ട് ഈ ഫ്രെയിമിൻ്റെ സൈഡിൽ വെച്ച് നോക്കിയിട്ട് ആ ഒരു അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ എല്ലാം അതേ അളവിൽ തന്നെ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ട് വരാം. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ എല്ലാം ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ക്രിയേഷൻ ഉണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഫ്രെയിം ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ചുറ്റും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫുള്ളായിട്ട് ഒന്ന് ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിവിടെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗോൾഡൻ ആക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഇത് തെച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ കാലിഗ്രാഫി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മേളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രെയിം ആക്കിയതിൽ ഇത് കുറച്ചൊന്ന് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാക്കുമ്പോൾ കുറച്ച് അതിൻ്റെ ആ ഒരു കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് ആക്കിയെടുക്കാം. ഞാൻ ഇതിൻ്റെ സൈഡ്
കണ്ടില്ലേ കാലിഗ്രഫി ഇതിൻ്റെ സൈഡ് കുറച്ച് ഉള്ളോട്ടായി പോയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ഇതാക്കുമ്പോൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്കിത് ബാക്കിൽ ഡബിൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം.